എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പയോണ്ടുള്ള മസാലക്കറിയാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചു, ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇടുകയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പം കുറച്ച് ഇതിടുകയാണ്. എന്നിട്ട് ഞാനത് ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്തത് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചിതാ ചെറിയ ഇഞ്ചി കുറച്ച് നീളത്തിൽ ഇട്ടു. കാരണം നമുക്ക് കപ്പ ഗ്യാസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ കപ്പ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഗ്യാസിന് കുറവ് വരും. അതേപോലെ തന്നെ ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്, ഇഞ്ചി യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇടുകയാണ് കേട്ടോ. ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇടുകയാണ്. കുറച്ച് വലുതാക്കിയിട്ടാണ് എടുത്തേക്കണത്, വല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല. അപ്പം അത് കുറച്ച് നന്നായിട്ട് ഫ്രൈ ആക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. കണ്ടില്ലേ, കുറച്ചും കൂടി. അത് നിങ്ങൾക്ക് അറിയണ ഒരു ടിപ്പാണല്ലോ. ഇപ്പുറത്ത് ഞാൻ കപ്പ വേവിക്കാൻ വെച്ചു. അത് പ്രഷർ വന്നപ്പോൾ അതിൽ കൂടെ കുറച്ച് പുറത്ത് പോയതാട്ടോ ഈ യെല്ലോ കളർ. കപ്പ കുക്കറിൽ വേവിക്കാൻ വെച്ചു, പ്രഷർ പോയിട്ടില്ല. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ നമുക്ക്. ഈ കപ്പ മസാലക്കറി നല്ല ടേസ്റ്റിയാണ്. അപ്പം അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് വഴറ്റട്ടെ, നല്ലോണം ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ വഴറ്റട്ടെ കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ സവാള, അതുപോലെ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. സവാള, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് നന്നായി ഓൾമോസ്റ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഞാനിത് മല്ലി മുളകും കൂടിയും പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 3-4 സ്പൂൺ ഇടണം. നമ്മൾ മല്ലിമുളകും ഇത് കുറച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കുറയും. ഒരു 5 അതിന് നമ്മൾ പിശുക്ക് പിടിക്കരുത്. മല്ലിമുളക് നന്നായിട്ട് ഇട്ടാലേ മസാലക്കറികൾ അതുപോലെ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റി ആവുള്ളൂ. അത് കുറച്ചിട്ടിട്ട് സാമ്പാറിന് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിമുളകും കുറഞ്ഞതിൻ്റെയാണ് കേട്ടോ. അപ്പം മസാലക്കറിക്ക് നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒരു 4-5 സ്പൂണ് ഇടണം. അപ്പം നമുക്കിത് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അറിയാം നമുക്ക്, അതായത് കറിയിൽ ഒഴിക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1 സ്പൂണും കൂടി വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് കാണിക്കാം. അപ്പോൾ ഞാൻ ആ മസാല നന്നായിട്ട് വഴറ്റി എന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് അടുത്തത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കപ്പ, അതെല്ലാവരും ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും ഊറ്റിക്കളയണം. കാരണം കട്ട് എന്ന് പറയും, അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഇടുക. എന്നിട്ട് അത് മുഴുവനും ഞാൻ ഈ കണ്ടില്ലേ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ കപ്പ. കണ്ടില്ലേ. അപ്പോൾ നോക്കൂ, ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. കാരണം ഞാൻ വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും. ഒന്ന് ഇളക്കി നോക്കുക. ഇപ്പോൾ വല്ലാണ്ട് തിക്കായി. ഞാനിപ്പോൾ ഇതിന് ദോശയ്ക്കാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ദോശയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച കറി വേണമല്ലോ, വെള്ളമായിട്ടുള്ളത് ലിക്വിഡായിട്ടുള്ള കറി വേണം. കണ്ടില്ലേ, നല്ല അടിപൊളി കപ്പക്കറി. ഇതിൽ ഞാനിപ്പോൾ ഗരം മസാല ഇടുന്നില്ല, മല്ലിമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും മുളക് ഇട്ടില്ലല്ലോ എന്ന്. മുളക് ഇട്ടു, മല്ലി മുളകും കൂടി പൊടിച്ച് വെച്ച പൊടിയാണ് ഞാൻ ഇട്ടേക്കണത് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള മസാലക്കറി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു, കാരണം ഇത് ഇരുന്ന് കുറുകും കപ്പയായ കാരണം. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി ഒരു ടേസ്റ്റ് കൂട്ടാനുള്ള കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക. കണ്ടില്ലേ, ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതിന്റെ കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ. കണ്ടില്ലേ, ഭയങ്കര. അപ്പോൾ ആ എരിവും എല്ലാം ഒന്ന് പ്രപ്പോർഷനിലാവും, ടേസ്റ്റും കൂടും. അപ്പൊ ഇത് ഇരിക്കുമ്പോൾ ഇതിപ്പോ എനിക്ക് കറക്റ്റായി പാത്രം മീൻസ് കടായി എടുത്തത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കടുക് വറുത്തിടണം.
അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് തിളക്കണം കേട്ടോ. ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിച്ചോ ഒരുപാട് തിളക്കരുത്. ഒന്ന് പതയുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല കപ്പ മസാലക്കറി റെഡിയായി. കണ്ടില്ലേ നിങ്ങൾ? ഞാൻ അതിന്റെ മുകളിൽ കടുക്, വറ്റൽമുളക്, വറ്റൽമുളക്, കരിവേപ്പില വറുത്തിട്ടു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും എന്റെ ദേവികൃപ ചാനല് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പൊ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ ബൈ.